ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പിന് പോവാം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾക്ക് വെക്കേഷനാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോവാമെന്ന്. സോ ഈ ട്രിപ്പ് ഇന്നലെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് ഇന്നതാ പോകാൻ പോകുന്നൊരു ട്രിപ്പാണ്. ആൻഡ് ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കൂടെ ഇച്ചിരി സ്ഥലങ്ങൾ കാണിച്ചാലോ എന്ന്. ഇവിടെ നിന്നൊരു 7:30-8 മണിയൊക്കെ ആകുമ്പം പോകാനാണ് പ്ലാൻ. സോ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു ട്രിപ്പ് തുടങ്ങുവാണ്. അപ്പോൾ നമുക്ക് പോയാലോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ജ്വാരി മൊണാസ്ട്രി. കാണുന്നതാണ് ജ്വാരി മൊണാസ്ട്രി. ഒരു 9 മണിയായപ്പോൾ ഞങ്ങളവിടെ എത്തി. ആൻഡ് ഞങ്ങളവിടെ എത്തിയപ്പം അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് ടൂറിസ്റ്റ് മാത്രമേ അപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജ്വാരി മൊണാസ്ട്രി ഒരു 6th സെഞ്ച്വറി ജോർജിയൻ ഓർത്തഡോക്സ് മൊണാസ്ട്രിയാണ്. ഇത് ജ്വാരി മൗണ്ട് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ടോപ്പിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1994 യുനെസ്കോ ജ്വാരി മൊണാസ്ട്രീനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ് വാസ് ലിസ്റ്റഡ് ഇൻ 2004 വേൾഡ് മോണുമെൻറ്റ്സ് വാച്ച് ലിസ്റ്റ് ബൈ വേൾഡ് മോണുമെൻറ്റ് ഫണ്ട്. നമ്മൾ നടന്നെത്തുമ്പം ഖ്വാരി അരാഗ്വി എന്ന് പറഞ്ഞ് 2 റിവേഴ്സിൻ്റെ കോൺഫ്ലുവൻസ് കാണാം. ഇങ്ങനെ. പിന്നെ നല്ലൊരു അടിപൊളി പാനറോമിക് വ്യൂ കാണാം ഓഫ് ഏൻഷ്യൻ ടൗൺ ഓഫ് സ്കേത്ത. മുൻപ് ഐബീരിയ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു സ്കേത്ത ടൗൺ. ഈ 2 റിവേഴ്സിൻ്റെ കളറും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഇതൊരിക്കലും മിക്സ് ആകത്തില്ല ഇവിടെ. ജ്വാരി മൊണാസ്ട്രി അതിൻ്റെ ആർക്കിടെക്ചറിനും വളരെ ഫേമസാണ്. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പം സ്കേത്ത ടൗണിൻ്റെ നല്ലൊരു പാനറോമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയതാണ് സബദൂരി. സോ വിൻ്റർ തുടങ്ങിയ മിനിമം ഒരു തവണയെങ്കിലും സ്നോഫോൾ കാണണ്ടേ, ഒരു തവണയെങ്കിലും സ്നോ തൊടണ്ടേ. സോ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സബദൂരി പോയത്. ഈ ഒരു സ്ഥലത്ത് പോയപ്പം എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. നമുക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയേക്കാൾ കൂടുതൽ ഭംഗി ചിലപ്പം ആ ജേണിയിൽ കാണാം ആൻഡ് അത് ആസ്വദിക്കുക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയായിട്ടുള്ള സോളജിക്കൽ സെൻറ്ററിൽ പോയി. അവിടെ ബ്രൗൺ ബിയേഴ്സ്, ഫോക്സസ്, മ്യൂൾ, ഹോഴ്സസ് ഒക്കെ കാണാം. ആൻഡ് അവിടെ നിന്ന് ഞങ്ങൾ ഇച്ചിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
ഞങ്ങളെല്ലാവരും ഇച്ചിരി കൂടെ ഉള്ളിലേക്ക് പോയി. ആൻഡ് നമുക്കിവിടെ മെയിനായിട്ട് ബീച്ച് ആൻഡ് ഓക്ക് ട്രീസ് എന്ന് പറഞ്ഞ 2 മരങ്ങളാണ് സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇതുപോലെ. പിന്നെ ഇച്ചിരി കൂടെ ഉള്ളിലേക്ക് പോയപ്പം ഇതുപോലെ ഫോഗ് ആകാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇവിടെ വന്നാൽ ഇങ്ങനെ സ്നോ കാണണമെന്നില്ല. അന്നെന്തോ ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റി. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ മെയിൻലി 2 ബെസ്റ്റ് ടൈമാണുള്ളത്. ഒന്ന് ഫോൾ സീസൺ. ഫോൾ സീസണിൻ്റെ സമയത്ത് ലീവ്സിൻ്റെ കളറൊക്കെ യെല്ലോ ഓറഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രെയിം കിട്ടും. പിന്നെ ഇതുപോലെ വിൻ്റേഴ്സിൽ സ്നോ കാരണം ഫോറസ്റ്റ് ഫുള്ള് ഒരു വണ്ടർലാൻഡ് പോലെ ആയി മാറുന്നത് കാണാം. നമ്മുടെ 2 സൈഡിലും ഇങ്ങനെ മരങ്ങൾ സ്നോ കൊണ്ട് ഫില്ലായിരിക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. ഞങ്ങൾ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇച്ചിരി നേരം സ്നോയിലൊക്കെ ഇറങ്ങി കളിച്ചു. ആൻഡ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് സ്നോഫോളും ഉണ്ടായിരുന്നു. ശരിക്കും ഈ ട്രീസിൻ്റെ ഇടയിൽ ഒരു മാജിക് തന്നെയുണ്ട്. അവിടെ നിന്ന് സമയം പോയതേ അറിഞ്ഞില്ല. എവിടെ നോക്കിയാലും ഇങ്ങനെ ട്രീസ് ഫുള്ള് സ്നോയിൽ കവറായി കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ സബദൂരിക്ക് ബൈ പറഞ്ഞ് സ്കേത്ത ടൗണിലേക്ക് ഇറങ്ങി. ഏതായാലും ഈ വണ്ടർലാൻഡിനെ പെട്ടെന്നൊന്നും അങ്ങനെ മറക്കില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് സ്കേത്ത ടൗൺ ആൻഡ് Svidetskhoveli Cathedral. Sketa, set between 2 rivers, surrounded by mountains, with all that magical vibe of olden days. ഇവിടെ നമുക്ക് ഇപ്പോഴും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാം. Chamo konda, Luis Chamo na
ഇവിടെ ഇപ്പോഴും ആ ഓൾഡൻ ഡേയ്സിൻ്റെ ചാമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ദാ ആ കാണുന്നതാണ് സ്വിറ്റ്സ്കോവിലി കാത്തീഡ്രൽ. അപ്പം നമുക്ക് ആദ്യമേ സ്ട്രീറ്റിൻ്റെ ഇച്ചിരി കാഴ്ചകൾ കണ്ടാലോ. സ്ട്രീറ്റ്സിൻ്റെ രണ്ട് സൈഡിലും ദാ ഇതുപോലെ ചെറിയ വിൻഡോസ് ഉണ്ട്. അവിടെ നമുക്ക് സൊവനിയേഴ്സ്, ജ്വല്ലറി, ഡ്രിങ്ക്സ്, ഹോം മെയ്ഡ് ഹണി, വൈൻ, ഐസ്ക്രീം ഒക്കെ കിട്ടും. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ വേറൊരറ്റം വരെ ചുമ്മാ കാഴ്ച കണ്ട് നടക്കാൻ തന്നെ ഒരു രസമാണ്. ഇവിടുത്തെ ഓരോ കടയിലും നമ്മൾ നോക്കി നിന്ന് പോകുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും. ഇനിയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. എവിടുന്ന് നോക്കുമ്പോഴും കണ്ണുടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ. ദ ഫോക്കസ് ഓഫ് ദ ടൗൺ, സ്വിറ്റ്സ്കോവിലി കാത്തീഡ്രൽ. സ്വിറ്റ്സ്കോവിലി കാത്തീഡ്രൽ ഹോളി ട്രിനിറ്റി കാത്തീഡ്രൽ കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ചർച്ച് ബിൽഡിംഗാണ്. യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ സ്ഥലം കിങ്സിൻ്റെ ബറിയൽ പ്ലേസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഫ്ലോറുള്ള സ്ഥലം ഇപ്പോൾ നിരവധി ടോംസിനെ ഉൾക്കൊള്ളുന്നു. പിന്നെ ഇതിൻ്റെ വിൻഡോ പ്ലേസ്മെൻറ്റും സൺറൈസിനെ മാക്സിമം അകത്തോട്ട് കയറ്റിവിടുന്ന രീതിയിലാണ് ഉള്ളത്. ആൻഡ് ഈ ഒരു ചർച്ച് ജോർജിയയുടെ ഫേമസ് ലാൻഡ്മാർക്ക് തന്നെയാണ്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി. ട്രിപ്പ് ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു സബ്സ്ക്രൈബ്. Until the next video we meet, take care and bye-bye.